പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ വരുന്നത് ശക്തമായിട്ട് രാഹുലീശ്വരൻ പറഞ്ഞ മാതിരി പുരുഷന്മാർക്ക് കമ്മീഷൻ വേണം. കാരണം ഈ പുരുഷന്മാരെ കമ്മീഷൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. കാരണം ഇപ്പം ഇനി പുതപ്പ് മൂടി പോകേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എനിക്കൊന്നും വൈറലാവേണ്ടിനി. നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ നമുക്ക് ബസ് കയറ്റിയിട്ട് ഒന്ന് ഇങ്ങനെ ഒരതി ടച്ച് ചെയ്ത് പോയാൽ എനിക്ക് വൈറലാവേനി. കാരണം പെട്ടെന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ അവതരിപ്പിക്കുമ്പോൾ ആൾ കാണുകയും ചെയ്യും. എനിക്ക് ആൾക്കാർ കൂടുതൽ യൂസും ഉണ്ടാവും, പൈസയും കിട്ടും. പൈസ ഉള്ള മോഹം ഉണ്ടായാൽ അതൊക്കെ ചെയ്യാം. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 10-15,000 കൊടുക്കേനി, അതെങ്കിലും നടന്നിനി. ഉളുപ്പ് മാനമുണ്ടോ ഈ സഹോദരിക്ക്? പേരിൽ കേസ് എടുക്കണം, ആരായാലും കേസ് എടുക്കണം. ആ പാവപ്പെട്ട കുടുംബത്തിന് പോയി. ഇതൊക്കെ ചേറ്റ സ്വഭാവമല്ലേ കാണിച്ചത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തിന്, ഇങ്ങനെ ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തിന് ഓള്. എന്താടി ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ആളല്ലേ. ചാണുമാണും അറിയാത്ത ഒരുപാട് ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ബാലാറ്റി ആയിട്ടുണ്ട് ഇറങ്ങീന്. നാശങ്ങൾ പറഞ്ഞാൽ ഇതിന് നല്ല എനിക്ക് ഞാൻ പറയിപ്പിക്കണ്ട, ഉളുപ്പില്ലാത്തോളെ. കാരണം ഈ ഒരു രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ലേ, ഈ മനസ്സിലാക്കണ്ടേ? ഈ രാഷ്ട്രീയത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം, പിന്നെ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് ഇജ്ജ് എന്ത് സഹോദരിയാണ്? കാരണം ഒരാളെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇട്ടിട്ട് യൂസ് ഉണ്ടാക്കാനും വൈറലല്ല വയറ്റിലായി പോവും. ഞമ്മ കേസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇന്ന പേരിൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കേസ് അനങ്ങിയ കേസ് എടുക്കണ പണിയാണ്. കാരണം പെണ്ണുങ്ങളെ നോക്കിയാൽ കേസ് എടുക്കും, ഒരു വർത്താനം പറഞ്ഞാൽ കേസ് എടുക്കും. രാഹുലീശ്വരൻ രാഹുലീശ്വരൻ്റെ കൂടെ ചങ്കുള്ളത് മുനീർ എന്ന് പറഞ്ഞ ചങ്കില്ലേ, മുനീർ രാമനാട്ടുകര ചങ്ക് ഉള്ളത് കൂടെ ഉണ്ടാവും. ഞാൻ നിരാഹാര സമരം വരെ വേണമെങ്കിൽ നിരാഹാരം കിടക്കും ഇതിന് ഞാൻ പ്രതികരിക്കുന്ന എന്താ? ഓളെ പേരിൽ കേസ് എടുക്കണം, അതാ വേണ്ടി. അന്തസ്സുണ്ടെങ്കിൽ എടുക്കി. ഇത് ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും ഇതൊന്ന് വൈറലാക്കിയാൽ നിങ്ങൾ, ഞാൻ പറയണമെന്ന് വൈറലാക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? പറ്റുമോ? അല്ലെങ്കിൽ എനിക്കൊരു പെണ്ണിനെ ഞങ്ങൾ റെഡി എവിടെയെങ്കിലും ഒന്ന് ബസ്സിൽ കയറ്റി തരി, ഞാൻ ഒന്ന് വൈറലാവട്ടെ, ഒന്ന് ചാരി ഇരുന്നിട്ട് വൈറലാവട്ടെ. ഉളുപ്പ് മാനമുണ്ടോ? ഒരാളെ ഒരു കുടുംബത്തിൻ്റെ ഒരാളെ ജീവനാണ്ട് നഷ്ടപ്പെട്ട് ഇതിനും നല്ലത് ഉള്ളിക്കച്ചവടത്തിന് പോവല്ലേനോ? എന്നാ പെട്ടെന്ന് വൈറലായിനി. ഉളുപ്പില്ലാത്തോല് നാശം. ഇതൊക്കെ ഒരു മോശത്തരല്ലേ? കാരണം അപ്പം പ്രതികരിക്കണം. ആ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ ഓക്കെ, ആ തട്ടുമ്പോൾ എന്താ ഒന്ന് ഒരടി മുഖത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട്, അതാണ് അന്തസ്സ് ഉള്ളവരെ അങ്ങനെ ചെയ്യണം. സോഷ്യൽ വർക്കർമാർ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പെണ്ണുങ്ങളോടാ പറയാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് പോയിട്ട് കറക്റ്റാക്കിയിട്ട് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്ത് അതിൽ കേസ് എടുക്കാൻ പറ്റും, അന്തസ്സായിട്ട് അത് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ ഈ സോഷ്യൽ മീഡിയ വന്ന ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്താപ്പം എതിര് പറഞ്ഞ കാരണം എന്താ? അത് തെളിവ് അടക്കം പുറത്തിട്ടപ്പോൾ ഇത് അങ്ങോട്ട് പോയി മുട്ടുക. ഞാൻ ഉളുപ്പ് മാനും പറയണം കേട്ടോ.